ശിവകുമാർ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ പൽപ്പൊടിയാണ്. ഈ പൽപ്പൊടിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ ഒരു പല്ലുവേദനയ്ക്ക് ഡോക്ടർക്ക് പോകേണ്ടി വന്നിട്ടില്ല. നീർക്കെട്ട് കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. എത്ര വെയിലുണ്ടായാലും ഒരു കുഴപ്പമില്ല. നീർക്കെട്ടോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഈ പൽപ്പൊടിയുടെ പ്രത്യേകത. നമുക്കിത് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുക. വീട്ടിലുണ്ടാക്കാനുള്ള ഒരു കോമ്പിനേഷനാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിലേക്ക് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് മരുന്നുകൾ പറഞ്ഞുതരാം. ഇത് വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ പല്ലുവേദനയുടെ ഒരു പ്രശ്നമായിട്ട് ആരെയും കാണേണ്ടി വരാൻ സാധ്യതയില്ല. പലരുടെ അനുഭവങ്ങളാണ് പറഞ്ഞത്. ഇതാണ് ഗ്രാമ്പൂ. ഗ്രാമ്പൂ അറിയാമല്ലോ അല്ലേ, ക്ലോ ഓയിൽ എന്നൊക്കെ പറയാറില്ലേ. ഇതാണ് പല്ലുവേദനയ്ക്ക് ക്ലോ ഓയിൽ എന്ന് പറഞ്ഞിട്ട് തരുന്ന സാധനമാണിത്. അതിൻ്റെ ഒറിജിനലാണ് ഈ ഗ്രാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഗ്രാമ്പൂ കൊണ്ട് നമുക്ക് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ മാറ്റാനുള്ളൊരു മരുന്നും കൂടിയാണ് കേട്ടോ. പല്ലുവേദന വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഗ്രാമ്പൂ എടുക്കുക, കുറച്ച് കർപ്പൂരം എടുക്കുക, കുറച്ച് കായ എടുക്കുക, നന്നായിട്ട് പൊടിച്ചിട്ട് പല്ലിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പല്ലുവേദന മാറും. അങ്ങനത്തെ നല്ലൊരു മരുന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത്. അതിന് പല്ലുവേദന ഉണ്ടാവില്ലാനുള്ള കാര്യം ഉറപ്പല്ലേ. അതിനുള്ള ഒരു ബെസ്റ്റ് മരുന്നാണ് ഗ്രാമ്പൂ. ഗ്രാമ്പൂ എടുക്കുക. അതിനുശേഷം പിന്നെ അതിലേക്ക് കൊടുക്കാനുള്ളതാണ് നമ്മളെ ജാതിക്ക എടുക്കാം. അതേമാതിരി ജാതിക്ക എന്ന് പറഞ്ഞാൽ അറ്റ്ലി കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. ഇത് നമ്മൾ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ജാതിക്ക കൂട്ടി മുറുക്കും. അപ്പോൾ പല്ലിൻ്റെ കേടുവരാതിരിക്കാനുള്ള പല സീക്രട്ടുകളാണ് അതല്ല. പണ്ടുള്ള ആൾക്കാരെ ചെയ്തിരുന്നു. ജാതിക്ക ഒരു കഷ്ണത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ പല്ലിന് കേടുവരിക്കില്ല. അപ്പോൾ അങ്ങനെ ജാതിക്കയുടെ കായാണ്. പിന്നെ ഇതിൻ്റെ പുറമെ കുറച്ച് ജാതി പത്രയും കൂടി ചേർക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഗ്രാമ്പു എടുക്കുക, ജാതിക്ക എടുക്കുക. പിന്നെ ഇതിന് വേണ്ട അമൂല്യമായ അടുത്തൊരു മരുന്നാണ്. എല്ലാം ടോപ്പ് മരുന്നുകളാണ് കേട്ടോ. ആരും മോശക്കാരില്ല. എല്ലാം തന്നെ നമ്മൾ ശരീരത്തിന് എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും മാറ്റാൻ പറ്റിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പല്ലിന് മാത്രമല്ല, ഇതിപ്പോൾ ലേശം അകത്ത് പോയി ആയിരിക്കാം, എന്നാലും കുഴപ്പമില്ല. ലേശം നമ്മൾ പല്ല് തേക്കുമ്പോൾ കുട്ടികളെ തേക്കുകയാണ്, കുറച്ച് അകത്ത് പോയി കഴിഞ്ഞാൽ അകത്തുള്ള കുറേ അസുഖങ്ങൾ മാറ്റുന്ന മരുന്നുകളാണ് തരുന്നത്. അല്ലാണ്ട് യാതൊരു വിധത്തിലുള്ള കെമിക്കലും ഇതിൽ ടച്ച് ചെയ്യുന്നേ ഇല്ല. ഒരു കെമിക്കലും ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചുക്ക് വരുന്നുണ്ട്. ചുക്ക് പിന്നെ അറിയാമല്ലോ അല്ലേ, ഒറിജിനൽ ഇഞ്ചി ഉണക്കി ചുക്കാക്കി കഴിഞ്ഞാൽ ഈ ചുക്ക് വേണ്ടി തേച്ച് കഴിഞ്ഞാൽ ചുക്കാണ് നമ്മൾ പല ആൾക്കാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ട് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ചുക്കൊക്കെ എടുത്തിട്ട് ഇടിച്ചിട്ട് ചതച്ചിട്ട് അങ്ങനെ പല്ലിൻ്റെ ഇടയിലേക്ക് വയ്ക്കും. അപ്പോൾ കാണാൻ നീര് അവിടെ തന്നെ പോരും കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് പല്ലുവേദന നടക്കണം കാണാം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു സൂപ്പർ മരുന്നാണ് ചുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ടുള്ള മരുന്നുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന ഒരൈറ്റമാണ് നെല്ലിക്ക, താനിക്ക, കടുക്ക. മൂന്നും ദിവ്യ ഔഷധങ്ങളാണ്. മൂന്നും ദിവ്യ ഔഷധങ്ങളാണ്. നെല്ലിക്കുണ്ട്, താനിക്കുണ്ട്, ഒരു കടുക്കുണ്ട്, നെല്ലിക്ക നന്നായിട്ട് നാടൻ നെല്ലിക്ക തന്നെയാണ്. അത് ഉണക്കി ഇതും പൊടിക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് വേണം പൊടിക്കാനായിട്ട്. ഓക്കെ. നെല്ലിക്ക, താനിക്ക, കടുക്ക പിന്നെ അറിയാമല്ലോ കടുക്കൻ്റെ ഗുണങ്ങൾ. ഇത് മൂന്നാണ് നമ്മൾ വയറ് സംബന്ധമായ എന്ത് പ്രശ്നങ്ങളിലും ശരിയാക്കുന്നതാണ് നെല്ലിക്കയും താനിക്കയും കടുക്കയും. അപ്പോൾ വളരെ അമൂല്യമായ മെഡിസിൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു കാരണവശാലും ഒരു എന്താ പറയുക കെമിക്കലോ അങ്ങനെ യാതൊരു സാധനവും. ഇതെല്ലാം എടുക്കേണ്ട ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നെല്ലിക്ക, താനിക്ക, കടുക്കൊക്കെ ഒരേ അളവിലെടുക്കാം. അപ്പോൾ നിങ്ങൾ 1 കിലോ എടുക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു 300 രൂപ വെച്ചിട്ടോ അല്ലെങ്കിൽ 250 വെച്ചിട്ടൊക്കെ എടുക്കാം. അപ്പോൾ 750 പിന്നെ അത്രയും അളവിൽ നമുക്ക് ഗ്രാമ്പൊന്നും എടുക്കാൻ പറ്റില്ല. ഗ്രാമ്പ് എടുക്കുന്നത് അതിലേക്ക് തന്നെ ഒരു 50 ഗ്രാമൊക്കെ എടുത്താൽ അതിന് 50-100 ഗ്രാം എന്നാൽ ധാരാളമായി എടുക്കാം. പിന്നെ നെല്ലിക്ക, താനിക്ക, കടുക്കെടുത്തു. പിന്നെ നമ്മളെ ജാതിയുടെ കായ എടുക്കാം. ഇതും നമുക്ക് ആവശ്യത്തിന് ഒരു 100 ഗ്രാം വെച്ചിട്ടൊക്കെ എടുത്താൽ മതിയാവും. 100-150 ഗ്രാം വരെ വെച്ചെടുക്കാം. പിന്നെ ചുക്ക് അതേമാതിരി ഒരു 150 ഗ്രാം വെച്ചെടുത്ത് കഴിഞ്ഞാൽ മതിയാവും. ആ എരിവിൻ്റെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും മരുന്നുകൾ എല്ലാം ചേർത്ത് പൊടിച്ച് രാവിലെ ഒന്ന് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഇതിന് വേറെ ഒരു ഗുണമുണ്ട്. അതായത് നമുക്ക് പണ്ടൊക്കെ നമ്മൾ പല്ല് തേക്കുമ്പോൾ മുത്തശ്ശിമാരൊക്കെ വന്നിട്ട് പറയും ശബ്ദം ഉണ്ടാവണമെന്ന് പറയും അല്ലേ. ഇങ്ങനെ തേക്കുമ്പോൾ കിളി എന്നുള്ള ശബ്ദം ഉണ്ടാവണോ. ആ ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറയാം നന്നായിരുന്നു, അല്ലെങ്കിൽ നീ പോയിട്ട് വീണ്ടും തേച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പറയും നന്നായിട്ട് ആ വഴുപ്പും കാര്യങ്ങളെല്ലാം മുഴുവൻ പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ക്ലീൻ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ബ്രഷ് കൊണ്ട് തേക്കാം, ബ്രഷ് പൊക്കിയിട്ട് അങ്ങനെ തേക്കാം, കൈ കൊണ്ട് തേക്കാനും പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് തേച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഉള്ള ഗുണം ഒരു കാരണവശാലും പല്ലിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പല്ലിൻ്റെ കേടുണ്ടാവില്ല. പല്ലിൻ്റെ എന്താ പറയുക വേദന ഉണ്ടാവില്ല, നീർക്കെട്ടുണ്ടാവില്ല,
മോണകൾക്ക് പഴുപ്പ് വരില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഇപ്പോൾ പല്ലുവേദനയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അവൻ ഈ ബ്രഷ് ചെയ്യുമ്പോൾ 3 നേരം ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ 4 നേരം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ പല്ലുവേദന മാറിയിട്ടുണ്ടാവും, നീര് മാറിയിട്ടുണ്ടാവും. ഇതെല്ലാം ദിവ്യ ഔഷധങ്ങൾ മാത്രമാണ്. അത് ഉപയോഗിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫ്രഷ് ആവും. നമ്മൾ സാധാരണ പല്ല് തേക്കുമ്പോൾ നമ്മൾ കെമിക്കലാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് പരസ്യങ്ങളുണ്ട്, അതിന് ആ ഗുണം ഈ ഗുണം എന്നൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ അതെന്തായാലും കാർ വാഷ് വരെ ഉപയോഗിക്കേണ്ട കെമിക്കൽസ്. അത് നമ്മളെ പല്ലിനെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും ബ്രഷുകളും ഇത്രയും പേസ്റ്റുകളും വരുന്നതിൻ്റെ മുന്നേ നമ്മളെ പല്ലുകൾക്കൊക്കെ പലരും പല്ലുകൾ മരണം വരെ കൂടി പല്ലിന് യാതൊരു കഴിവില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന ഇത്തരം മരുന്നുകൾ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതിൽ ഒരു ഐറ്റം കൂടിയാണതിൽ തിപ്പലിയാണ്. തിപ്പലി അറിയാലോ, അതിഗംഭീരമായിട്ടുള്ള ഒരു ഔഷധമാണിത് തിപ്പലിയൊക്കെ. പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം അന്യം നിന്ന് പോയിരിക്കണം, ഈ മരുന്നുകളെല്ലാം. ഒക്കെ പേസ്റ്റ് മതി, അങ്ങനെ ആ ഒരു തലത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കും. അപ്പോൾ പേസ്റ്റിനുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ, പല്ലിന് പേസ്റ്റ് കൊണ്ട് തേച്ചാൽ പല്ല് കേടുവരില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എത്രയോ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളെ കുട്ടികളൊക്കെ എടുത്ത് നോക്കും, എല്ലാവരും രാവിലെ തേക്കുന്നത് പേസ്റ്റ് ചെയ്തിട്ടാക്കുന്നത്. അപ്പോൾ പേസ്റ്റ് കൊണ്ട് യാതൊരു കേടും വരില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ പല്ലിൽ നിന്ന് ഒരു കേട് വരാൻ പാടില്ലായിരുന്നു. പക്ഷേ എല്ലാവരുടെ പല്ല് നോക്കിയാലും കേടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനെ ഒഴിവാക്കാനുള്ള അമൂല്യമായ ഔഷധങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒരു പൽപ്പൊടി ഉണ്ടാക്കി, വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിൽ രണ്ട് തരി ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, താല്പര്യമുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഇതിൽ ചേർക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കുരുമുളക്. ഇപ്പം ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല, കുരുമുളകും ആഡ് ചെയ്തതാണ്. കുരുമുളകും ചേർത്ത് ഒരു മരുന്നുണ്ടാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് പല്ലിനെ സംരക്ഷിക്കാൻ പറ്റും. എല്ലാവർക്കും നല്ല പല്ലുകളുണ്ടാവട്ടെ. കാരണം പല്ല് പോയാൽ ആരോഗ്യം പോയിട്ടോ, മറക്കല്ലേ. പല്ലാണ് ആരോഗ്യം. കാരണം കടിച്ച് ചവച്ചിറക്കി കഴിഞ്ഞാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വയറിന് കുറേ പണിയെടുക്കണം ഡൈജഷന് വേണ്ടിയിട്ട്. നമ്മൾ ആരോഗ്യം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര സമയം നമുക്ക് ചവയ്ക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ആരോഗ്യം ഉണ്ടാവും. എത്ര സമയം നമ്മൾ വേഗം ഇറക്കിയോ അത്രയും ആരോഗ്യം ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല്ല് പോയാൽ ആരോഗ്യം പോയി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദിവ്യ ഔഷധം നിങ്ങൾക്ക് വീട്ടിൽ വെച്ചുണ്ടാക്കാവുന്നതാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കുറേശ്ശെ പൈസയേ ഉള്ളൂ, അത്ര വലിയ പൈസകളൊന്നും വരണമൊന്നുമല്ല. ഇത് ജാതിപത്രയാണ്, അത് കുറച്ച് വിലയുള്ളതാണ്. 1300 1400 വരുന്നുണ്ട് ജാതിപത്രയ്ക്ക്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ആണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും പല്ലുകൾ നന്നായിരിക്കട്ടെ, നല്ല സൗന്ദര്യമുള്ള പല്ലുകൾ ഉണ്ടാവട്ടെ, ഭംഗിയുള്ള പല്ലുകൾ ഉണ്ടാവട്ടെ, അതുപോലെ കേടില്ലാത്ത പല്ലുകൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.